ഇൻകുലാബ് സിന്ദാബാദ്. ഇന്ന് ട്രെക്കിങ്ങിന്റെ 3rd ഡേ അല്ലല്ലോ 4th ഡേ ഇന്ന് 4th ഡേ. പക്ഷേ 3rd ഡേ നമ്മളിവിടെ സ്റ്റേ ചെയ്തു അംചു സാറിൽ. അത് ഇന്നലെ പറഞ്ഞല്ലോ. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം കുറച്ച് പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് വന്ന് ഫുഡ് കഴിച്ചിട്ടാണ് പർച്ചേസിങ്ങിന് പോയത്. 10-15 മിനിറ്റിനുള്ളിൽ ചൂടൊക്കെ ആറിപ്പോ. അതുകൊണ്ട് ഒരു വാട്ടർ ബോട്ടിൽ വാങ്ങി 2200 നേപ്പാളി റുപ്പീസാണ്. ക്വാളിറ്റിയിലൊന്നും ആയിട്ട് തോന്നുന്നില്ല. ടൂറിസ്റ്റുകൾക്ക് ഇവിടെ അങ്ങനെ കത്തിയ അങ്ങനെ അത് വാങ്ങി. എന്തൊക്കെയോ അലർച്ചില്ലടാ, ടവൽ, ടിഷ്യൂ റോൾ, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ വാങ്ങി. ഒരു വൈകുന്നേരം ആകുമ്പോഴേക്ക് തിരിച്ചെത്തി. ഫുഡ് കഴിക്കാൻ നേരത്തെ ഫുഡൊക്കെ കഴിച്ച് ടീംസ് വരുന്നുണ്ട്. ഫുഡൊക്കെ കഴിച്ച് ഒരു 8 മണിയാകുമ്പോൾ റൂമിലേക്ക് പോയി. പിന്നെ ഇന്നേക്കുള്ള പാക്കിങ്ങും ചെയ്തു. മുഷ്ണിയൊക്കെ എടുത്തു വെച്ച് നല്ല ഇന്നിടാനിലേക്ക് എടുത്തു വെച്ച്. നല്ല ഹൈറ്റാ. ഈ സ്റ്റെപ്പാണ് പാട്. അങ്ങനെ ഈ രാസ്തയെ ഒരു ബാക്കി കുറച്ച് കോപ്പി ചെയ്യണ്ടായിരുന്നു ഫയൽസൊക്കെ. അതൊക്കെ കഴിഞ്ഞിട്ടൊരു 10 മണിയാകുമ്പോൾ 10-10:30 കിടന്നു. ഇന്നലെ സാധാരണ എനിക്ക് തണുപ്പ് പറ്റില്ല, രാത്രിക്കുള്ള തണുപ്പ്. ഇന്നലെ ഞാൻ നന്നായിട്ട് എല്ലാം കവർ ചെയ്ത് കിടന്ന് തലയും ചെവിയും. ഇവിടുത്തെ തണുപ്പ് കഴിക്കാൻ പറ്റില്ല, അതാണ് വലിയ പ്രശ്നം. 5:50 എഴുന്നേറ്റു. എന്നിട്ട് ഒന്ന് ഫ്രഷായി 6:45 ഫുഡ് കഴിക്കാൻ പോയി. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. പെട്ടെന്ന് പാക്കിംഗ് ഒക്കെ ചെയ്ത് ഫുഡ് കഴിക്കാൻ പോയി. അത് കഴിഞ്ഞ് ഫുഡ് കഴിച്ച് വന്നിട്ട് പാക്ക് ചെയ്ത ബാഗൊക്കെ എടുത്ത് ചൂടുള്ളൊക്കെ നിറച്ച് ഇറങ്ങി. അങ്ങനെ വീണ്ടും 4ാം ദിവസം ട്രെക്കിങ് ആരംഭിച്ചു. നല്ല ക്ലൈമ്പാണെന്നൊക്കെ പറഞ്ഞത്. ജോച്ചേട്ടൻ എൻ്റെ മുന്നിൽ നടക്കുന്നുണ്ട്. ജോച്ചേട്ടോ തിരിഞ്ഞു നോക്കാൻ പറ്റില്ല അല്ലേ? ഹായ് പറഞ്ഞേക്ക്. ഹായ്. ഓക്കെ, മോർണിംഗ്. അങ്ങനെ എല്ലാവരും ഇവിടത്തേക്ക് എത്തിയിട്ടുണ്ട്. ഹായ് പോലോ. നമ്മുടെ ഫിലിം ആക്ടർ മോഹൻദാസ് വരുന്നുണ്ട്. നിങ്ങൾ തന്നെ പറഞ്ഞേ. അപ്പൊ എല്ലാവരും എത്തി. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഗുഡ് ലക്കിന് വേണ്ടി എല്ലാവരും ഒന്ന് തിരിച്ചിട്ടാണ് പോവുക. നമുക്ക് ഒന്ന് തിരിച്ചിട്ട് പോവാം. സമീർ കുഞ്ഞു കുട്ടികളൊക്കെ കണ്ടു കഴിഞ്ഞാൽ മാക്സിമം കൊഞ്ചിച്ചിട്ട് പോവുള്ളൂ. കുഞ്ഞു കുട്ടികളെ, പെറ്റ്സിനെ. അയ്യോ, yesterday was the same kid, right? നല്ല തണുപ്പ് സ്റ്റാർട്ട് ചെയ്തു. ഇന്നിപ്പോൾ നമ്മൾ ടെമ്പോച്ചേക്കാണ് സ്റ്റാർട്ട് ചെയ്തത്. 12 കിലോമീറ്റേഴ്സ് പറയുന്നുണ്ട് അവർ 12 കിലോമീറ്റേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ 14-15 പ്രതീക്ഷിക്കാം. ഒരു ഈവനിങ് ആകുമ്പോഴേക്ക് ടെമ്പോച്ചെത്തും. ഇന്നത്തെ സ്റ്റേ എവിടെയാണ്? ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, അനീഷേ നേതാവേ വീരതയോ നയിച്ചോളൂ, ലക്ഷം പിന്നാലെ. നമ്മുടെ മടിക്കേരി, സുള്ളിയ, തലക്കാവരി ആ ഏരിയയിലേക്ക് പോയ പോലെ ഫീൽ ചെയ്യുന്നു. ഇത്രയും വലിയ മലകളല്ലെങ്കിലും ഓൾമോസ്റ്റ് ക്ലൈമറ്റും ഈ ഒരു അറ്റ്മോസ്ഫിയറൊക്കെ കാണുമ്പോൾ അങ്ങനെ ഫീൽ ചെയ്യുന്നു. ഇതിൽ എത്രത്തോളം കാണുന്നുണ്ടെന്ന് അറിയില്ല. അങ്ങറ്റ അവിടെ കാണുന്നതാണ് ഹിലരി ബ്രിഡ്ജ്. അതിനാണ് മിനിയാന്ന് നമ്മൾ വന്നത്. അങ്ങനെ കറങ്ങി തിരിഞ്ഞ് വന്ന് ഇവിടെ എത്തുന്നുണ്ട്. May 29 में एवरेस्ट मैराथन. उसका ट्रेनिंग है. उसका ट्रेनिंग May 29 എവറസ്റ്റ് മാരത്തോൺ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ട്രെയിനിങ് ആണ് ഇപ്പോൾ നടക്കുന്നത്. 2 ആൾക്കാർ പോയി, ഇപ്പോൾ ഒരാളും കൂടി പോയി. ഇനി ആരോ ആൾക്കാർ വരുന്നുണ്ട് നോക്കാം. ഇല്ല, ആരുമില്ല. फोटोग्राफी मना है. फुल पावर. Yes. 24 hour full power. ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് പ്രാക്ടീസിനുള്ള.
Keep going, keep going. Good luck, guys. You're doing good, doing good. ഗുഡ് മൊത്തം ഇവിടെ ഒരു സ്തൂപ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എവറസ്റ്റിന്റെ 50th ആനിവേഴ്സറി. അങ്ങറ്റം കാണാൻ പോലും പറ്റില്ല, അത്ര താഴ്ചയില്ല. ഇത് ഇടിഞ്ഞു പോയിട്ട് കെട്ടി വെച്ചതാ, സ്റ്റെപ്പല്ല അത്. ഇവിടെ നോക്കി മനസ്സിലായി, ഇതില് പോയോ ഇതാ നോക്ക്. ഒരു സേഫ്റ്റി ഇല്ല, ഒന്ന് ആലോചിച്ച് നോക്കിയേ. രണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോ ഇതിലേക്ക് ആൾക്കാർ പോകുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. ഇവരൊക്കെ സബ്മിറ്റ് ചെയ്തിട്ട് തിരിച്ചു വരുന്ന ആൾക്കാരാ. ഈ കയറ്റൊക്കെ ഇച്ചിരി പാടാ. ഒരുപാട് സ്റ്റെപ്പായി കയറുന്നു. വിട്ടുകൊടുക്കില്ല എന്ന് തന്നെയാണ് ചോദിച്ചേട്ടൻ. Slow and steady. Finish the race. പരുന്ത് പോകുന്നുണ്ടല്ലേ? അയ്യോ, ഇനി ആ പുഴ കിടന്ന് പോകണമെന്നല്ലേ പറഞ്ഞേ? അല്ല, ഈ പുഴ കിടന്ന് പോകണമെന്നാണ് പറഞ്ഞത്. ഇത് ഇത്രയും കയറി വന്നിട്ട് ആ പുഴയിലേക്ക് ഇറങ്ങിയിട്ട് വീണ്ടും കയറണം എന്ന് വെച്ചാല് 2 ദിവസം മുന്നേ കളഞ്ഞു പോയ ആൾക്കാർ തിരിച്ചു കിട്ടിയിരിക്കുന്നു. വാ 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 വാ. ഗുഡ് മോർണിംഗ്. ഡ്രീം ഗാർഡൻ ലോഡ്ജ് ആൻഡ് റെസ്റ്റോറൻറ്റ്. ബാക്കി എന്താണ് എഴുതിയിരിക്കുന്നത്? ക്യാങ്ജുമേ. ഇനി മേഘാലന്റെ ഉപദേശിച്ച് എന്റെ റൂമിൽ ഞാൻ കേട്ടില്ല ജോസേട്ടൻ വേണമെങ്കിൽ ഞങ്ങളുടെ ഏജിലേക്ക് തിരിച്ചറിയിക്കോ. വീഡിയോ ഇടുന്ന മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് ഇവിടെ ചർച്ച മുഴുവൻ മോഞ്ചിയുടെ ഒളിക്യാമറയുടെ ഇല്ല, ഒളിക്യാമറ അവിടെയാണോ? ഷോമിത സ്പൈക്കാം എവിടെ എവിടെ? കണ്ട, ഇതിനാണിപ്പോ നമ്മൾ ഇത്ര കഷ്ടപ്പെട്ടിട്ട് ഈ ക്യാമറ കണ്ടില്ല. ഇതിനാണ് ഒളിക്യാമറ പറഞ്ഞത്. Eid Mubarak. Sir, how are you? ഇതാണ് ഹിമാലയൻ കാക്ക. ഇതിന്റെ പ്രത്യേകത നമ്മുടെ കാക്കയുടെ 2-3 ഇരട്ടി വലിപ്പമുണ്ട്. സൗണ്ടിലും വലിപ്പമുണ്ട്. ഇവിടെ ഹെലികോപ്റ്റർ പോകുന്നത് നമ്മുടെ നാട്ടിലെ ഓട്ടോറിക്ഷ പോകുന്ന പോലെയാ. കുറേ നേരമായി ഇപ്പോൾ സൈഡിൽ കൂടി, ഈ പുഴയുടെ സൈഡിൽ പോയി. ഇപ്പോൾ കുറച്ച് നേരമല്ല, നമ്മൾ നടക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ ഓരോ പുഴയുടെ സൈഡിൽ കൂടി തന്നെ നടന്നുകൊണ്ടിരുന്നുള്ളത്. ഇത്രയും നേരമായിരുന്നില്ല, ഇത്രയും നേരം കുറച്ച് മുകളിൽ കൂടിയായിരുന്നു. അപ്പോൾ ആ പുഴയിൽ നേരത്തെ കണ്ട ആ പുഴയിലേക്ക് ഇറങ്ങുന്നുണ്ട്. No problem. Congrats. Okay, thank you. എന്താ വെച്ചോട്ടോ ഇവിടെ? ഇവിടെ എന്താ? ഇവിടെ ഷെറിൻ സ്വന്തം ഷോപ്പ് തുടങ്ങി. എന്തുണ്ടായേ? അങ്ങനെ നമ്മൾ ആ ബ്രിഡ്ജിലേക്ക് കയറുകയാണ്. കുറേ ആയിട്ട് നമ്മൾ ഒരു ബ്രിഡ്ജും കയറുന്നില്ല. ഇനിയിപ്പോൾ എത്രത്തോളം ബ്രിഡ്ജ് ഉണ്ടാവുമെന്ന് അറിയില്ല.
സാഗർമാതാ നാഷണൽ പാർക്ക് നാംചെ. വേ ടു EBC, വേ ടു നാംചെ. ഇവിടെയാണ് നമ്മൾ ലഞ്ച് കഴിക്കേണ്ട സ്ഥലം. അയ്യോ, ഒരു ഹെലികോപ്റ്റർ പോകുന്ന കാണുന്നുണ്ടോ? എന്താ ഷെയ്ഡ് നോക്ക്, ഗ്രീൻ, ഡാർക്ക് ഗ്രീൻ, ലൈറ്റ് ഗ്രീൻ. അങ്ങനെ ലഞ്ച് കഴിച്ച് വീണ്ടും ടൈം എന്തായി? 1 മണിയായുള്ളൂ. കണ്ട ഒരു 6 മണി 7 മണി എഫക്റ്റ് ഉണ്ട്. വീണ്ടും സ്റ്റാർട്ട് ചെയ്യാണ്. I can't reach Everest, so I reach Everest Base Camp. Thank you so much. We are going to Everest Base Camp. എന്താണ് നമ്മൾ എവിടെയാണ്? എവിടെയോ ആണ്. കണ്ടിട്ടുണ്ടോ? വെറും ലാസ്റ്റ്. യെസ്, ഗൗരവ്ജി ലുക്കിയേ. ഇതിൽ കാണുന്നുണ്ടോ അറിയില്ല. നമ്മൾ ഏറ്റവും താഴ്ന്ന വന്നത് 6 ആയിട്ട് ഇവിടം വരെ എത്തി. നേരത്തെ പറഞ്ഞ ബ്യൂട്ടിഫുൾ മല. ഇതിൻ്റെ കളർ ടോൺ എനിക്കിഷ്ടപ്പെട്ടത്. ഈ പോകുന്ന വഴിയിൽ ഏറ്റവും കൂടുതലുള്ള ഈ മരങ്ങളാണ്. ഇത് നിറയെ പൂക്കളുമുണ്ട്. അപ്പോൾ ഇപ്പോഴാണ് പറഞ്ഞത് അയ്യോ അത് നന്നായിട്ട് പൂത്ത് വെക്കുന്നുണ്ട്. അടുത്താണ് ഒന്നുകൂടെ ഭംഗിയിൽ കാണായിരുന്നു. നേപ്പാളിൻ്റെ നാഷണൽ ഫ്ലവർ എന്ന് പറഞ്ഞത്. പക്ഷേ ഇതൊന്നും മാത്രമല്ല, 40 ടൈപ്സ് ഫ്ലവേഴ്സ് ഉണ്ട്. ഡിഫറെൻറ്റ് കളേഴ്സ്, ഡിഫറെൻറ്റ് സൈസ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. Everest region we mostly found like pink, white and then red color rhododendron. Okay. And there are like total 33 types of rhododendron found in Nepal. And also Tinjure, place called Tinjure. It is known as the capital of rhododendron. Congratulations. Thank you. Good luck. Are you from? I'm from UK, Bolton, near Okay. Manchester. Okay. And you? India, Kerala, India. Oh, lovely. Okay. Enjoy. Okay, thank you. Bye. जैसे इधर देखने को, जैसे इधर देखो. അങ്ങനെ എളുപ്പമല്ല. ഇവിടെ വരെ എത്തി. ഇവിടെ വലിയൊരു ഏറ്റവും ഇവിടുത്തെ കുമ്പ് റീജിയനിലെ ഏറ്റവും വലിയ മൊണാസ്ട്രിയാണ്. ഒരു മനുഷ്യക്കുലിനും ഇല്ലാത്ത ഏരിയയിലെ കൂടിയാ ഓൾമോസ്റ്റ് ഒരു എത്ര മണിക്കൂർ 7 hours നടന്നു. അത് കഴിഞ്ഞ് ഇവിടെ എത്തി. ഇവിടെ ട്രക്കസ് ലോഡ്ജിലാണ് ഇന്നത്തെ സ്റ്റേ. അയ്യോ, ഇവിടെ എത്തുമ്പോഴാണ് ഒരു ബിൽഡിങ് ചുമര് പോലും കണ്ടത്. താങ്ക് യു. Good strategy. Yes. Good strategy. Very good strategy. മൊണാസ്ട്രി കയറാൻ പോവാണ്. നമ്മുടെ ലോഡ്ജിനെ തൊട്ടില്ല റൈറ്റ് സൈഡിലാണ് മൊണാസ്ട്രി. How many people now?
I think 7-8. Only? ഇല്ല ഗേറ്റാണ്. ഗേറ്റ് കയറി ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. അകത്ത് ഫോട്ടോഗ്രാഫി അലോഡ് ഇല്ല എന്നാണ് പറയുന്നത്. പുറത്തെടുക്കാമെന്ന് തോന്നുന്നു. പക്ഷെ പുറത്ത് കാര്യമായിട്ടൊന്നും കാണാനൊന്നുമില്ല. നല്ല രസമായിരുന്നു അതിൻ്റെ അകത്ത്. പക്ഷേ അവിടെ ഫോട്ടോഗ്രാഫി അലൗഡ് ഇല്ലാത്തതുകൊണ്ട് നമുക്കിതൊന്ന് ചുറ്റിക്കാണാം. ഓക്കെ. ഒരു സംഭവം കാണിച്ചുതരാം. കാണുന്നത് ഒരു പുഴയാണ്. പുഴ ഐസായിരിക്കണോ? ഐസായ പോലെ തോന്നുന്നുണ്ടല്ലോ. ആ മലയുടെ മുകളിൽ നിന്ന് പുഴ പോലെ ഇങ്ങനെ അതിട്ടാണ് മലയുടെ മുകളിൽ നിന്ന് പുഴ പോലെ തന്നെ ഫീൽ ചെയ്യുന്നു. ചെറിയ ചെറിയ അരുവി പോലെ വന്നിട്ടാണ് താഴെ ഒരു പുഴ കാണുക നോർമലി. ഇത് മലയുടെ മുകളിൽ നിന്ന് തന്നെ പുഴ വരുന്നത്. അമ്പോ റൂമിൽ ജോജേട്ടനൊരു സംഭവം ഉണ്ടായി. ജോജേട്ടൻ്റെ വാട്ടർ ബാഗ് ക്ലോസ് ചെയ്യാണ്ട് വെച്ച് മറന്നുപോയി. ലാസ്റ്റ് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് വരുമ്പോഴേക്ക് ബെഡ് മൊത്തം നനഞ്ഞ് താഴേക്ക് വെള്ളം വന്ന് പിന്നെ നോക്കുമ്പോഴേക്ക് ചെറിയൊരു കാര്യം കൂടി ഉണ്ടായി. ജോജേട്ടൻ കുറച്ച് ഡോള് വെള്ളത്തിലായി. ഇത്രയും 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 ഷൂറാക്കിലേക്ക് ഡോള് ഇത്രയും. ജോജേട്ടൻ മറിച്ചിട്ടോ ഉണങ്ങാനുണ്ട് പപ്പടം മറിച്ചിരുന്ന ഡോള് മറിച്ചിരുന്നത് പൊളച്ച് വരുന്നുണ്ട്. ചോദിച്ചിട്ട് അമേരിക്കയ്ക്ക് അടുപ്പിക്കില്ലട്ടാ. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാല് പൊളച്ച് വരുന്നുണ്ട്. ഇനി അടുത്ത പപ്പടം മറിച്ചിട്ട് ഇതാണ് കുളമായി എന്ന് പറയുന്നത്. ഇതൊക്കെയല്ലേ എക്സ്പീരിയൻസ്.